നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. അപ്പോൾ ജൂൺ 19 മുതൽ 26 വരെ നമ്മൾ വായനാ വാരമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ പരിചയപ്പെടാനും പുസ്തകങ്ങൾ വായിക്കാനും ഒക്കെ ഈ ഒരു സമയം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു. അതോടൊപ്പം നിരവധിയായുള്ള പ്രവർത്തനങ്ങളുമായിട്ട് സ്കൂളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ സജീവമാണ്. അപ്പോൾ നിങ്ങൾ ചില നോവലുകളും ചില കഥകളൊക്കെ കാണുമ്പോൾ ആ കഥകൾ നമ്മൾ കണ്ട സിനിമയായിട്ട് എവിടെയോ നമുക്ക് ബന്ധം തോന്നാറില്ലേ? മലയാളത്തിലെ നിരവധിയായുള്ള സൃഷ്ടികൾ ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ സിനിമകളായി മാറിയിട്ടുണ്ട്. മലയാളത്തിലെ നോവലുകളും കഥകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സിനിമകളായിട്ട് മാറിയിട്ടുണ്ട്. അത്തരത്തിൽ ചില സിനിമകളെ ഏത് തരത്തിലുള്ള പുസ്തകങ്ങളായിരുന്നു, ചില സിനിമകളുടെ തൊട്ട് മുന്നത്തെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ കഥകൾ, നോവലുകളാണ് മാഷി ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മക്കളെ, നിങ്ങൾ നോക്കിയേ, 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം, GR ഇന്ദുഗോപൻ്റെ ഈ ഒരു പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഈ ഒരു പുസ്തകം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും, ഈ ഒരു പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിലും, ഈ ഒരു പുസ്തകത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ സിനിമ തീർച്ചയായും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. GR ഇന്ദുഗോപൻ എഴുതിയ 4-5 ചെറുപ്പക്കാർ എന്ന നോവലാണ് പൊന്മാൻ എന്ന സിനിമയുടെ പശ്ചാത്തലം. അപ്പോൾ പൊന്മാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ സിനിമയുടെ പശ്ചാത്തലം നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന ഈ ഒരു നോവലായിരുന്നു. സ്ത്രീധനവും സ്വർണവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഹാസ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ സിനിമയ്ക്ക് പ്രചോദനമായി മാറിയത് അദ്ദേഹത്തിൻ്റെ നോവലായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മകളെ, അടുത്ത ഒന്ന് നമ്മുടെ ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരു നോവലാണ്. ഇത് എഴുതിയത് സക്കറിയാണ്. സക്കറിയുടെ കൃതിയാണ് ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതം. മലയാളത്തിലെ വളരെ പ്രശസ്തമായ ഒരു സിനിമയാണ് ഈ ഒരു നോവലിനെ ആസ്പദമാക്കി ഉണ്ടായിട്ടുള്ളത്. സക്കറിയ രചിച്ച ഒരു നോവലാണ് ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി അഭിനയിച്ച വിധേയൻ എന്ന ചലച്ചിത്രം ഈ നോവലിൻ്റെ ആസ്പദമാക്കി ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ നോവലും നോവലിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ സിനിമകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിധേയൻ എന്ന് പറയുന്ന സിനിമ, ആ സിനിമ ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതം എന്ന് പറയുന്ന സക്കറിയുടെ നോവലിൻ്റെ ഭാഗമായി അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഉണ്ടായ സിനിമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ബെന്യാമിൻ രചിച്ചിട്ടുള്ള പുസ്തകമാണല്ലേ, ബെന്യാമിൻ രചിച്ചിട്ടുള്ള നോവലാണെന്ത്, ആടുജീവിതം എന്ന് പറയുന്നത്. മലയാളികൾ ഒരുപാട് പേര് വായിച്ചിട്ടുള്ള, ഒരുപാട് കോപ്പികൾ വിറ്റിട്ടുള്ള മലയാളത്തിലെ വളരെ പ്രശസ്തമായ ഒരു എഴുത്താണ് ബെന്യാമിൻ എഴുതിയ 2008 എഴുതിയിട്ടുള്ള ആടുജീവിതം എന്ന് പറയുന്ന മലയാളത്തിലെ നോവൽ. ഏറ്റവും കൂടുതൽ വിറ്റൊഴിക്കപ്പെട്ടതും നിരവധി അന്താരാഷ്ട്ര പുരസ്കാരം നേടിയിട്ടുള്ളതുമായ ഒരു കൃതിയാണ് ആടുജീവിതം. ഇതേ പേരിൽ തന്നെ ആടുജീവിതം ഗോട്ട് ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിലൊരു സിനിമ ഉണ്ടാകുന്നുണ്ട്. 2018 എന്ത് ചെയ്യുന്നത്, സിനിമയുടെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത്. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ബ്ലസ്സി തിരക്കഥയും സംവിധാനം നിർവഹിച്ച് പുറത്തിറങ്ങിയ സിനിമയാണ് ആടുജീവിതം അഥവാ ഗോട്ട് ലൈഫ് എന്ന് പറയുന്ന സിനിമ. പൃഥ്വിരാജാണ് അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങളും ലഭിക്കുകയുണ്ടായി. മകളെ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ് മതിലുകൾ എന്ന് പറയുന്നത്. ഇതേ പേരിൽ തന്നെ മമ്മൂട്ടി അഭിനയിച്ചുകൊണ്ട് മലയാളത്തിലൊരു സിനിമ ഉണ്ടായിട്ടുണ്ട്. മമ്മൂട്ടിയും KPSC ലളിതയൊക്കെ ആയിരുന്നു അതിലെ അഭിനേതാക്കൾ. KPSC ലളിതയുടെ ശബ്ദമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മതിലുകൾ എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കൃതിയായിരുന്നു. അതേ പേരിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സിനിമ ഉണ്ടായിട്ടുണ്ട്. പ്രശസ്ത എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഇതേ പേരുള്ള നോവലിനെ ആസ്പദമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത് 1990 പുറത്തിറങ്ങിയ ക്ലാസിക് മലയാള ചലച്ചിത്രമാണ് മതിലുകൾ. ഇത് സിനിമയിലെ മതിലുകളുമായി ബന്ധപ്പെട്ട പോസ്റ്ററാണ്. ഇത് ബഷീർ എഴുതിയ മതിലുകൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ചിത്രമാണ്. ഓക്കെ, അടുത്തത് ബഷീറിൻ്റെ തന്നെ ഒരു പ്രേതകഥയായിരുന്നു മക്കളെ നീലവെളിച്ചം എന്ന് പറയുന്നത്. നീലവെളിച്ചം എന്ന് പറയുന്നത് ബഷീറിന് ഒരു പ്രേതകഥയായിരുന്നു. ഹൊറർ റൊമാൻറ്റിക് ചെറുകഥയാണ് നീലവെളിച്ചം. ഇതേ പേരിലും അതുപോലെ ഭാർഗവീ നിലയം എന്ന പേരിലും അത് സിനിമയായിട്ടുണ്ട്. നീലവെളിച്ചത്തിൻ്റെ കഥ വികസിപ്പിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ തിരക്കഥയെ ആശ്രയിച്ചുള്ള ഭാർഗവീ നിലയം എന്ന മലയാള സിനിമ എന്ത് ചെയ്യുന്നുണ്ട്, 1964 ഇറങ്ങുന്നുണ്ട്. 1964 ഇറങ്ങിയ സിനിമയാണ് ഭാർഗവതി നിലയം. ആ സിനിമയ്ക്ക് പ്രചോദനമായത് ബഷീറിൻ്റെ ഒരു ചെറുകഥയാണ്. ചെറുകഥയുടെ പേരാണ് നീലവെളിച്ചം എന്ന് പറയുന്നത്. മക്കളെ, ഇതുപോലെ തന്നെ P. കേശവദേവിൻ്റെ വളരെ പ്രശസ്തമായ ഒരു നോവലായിരുന്നു ഓടയിൽ നിന്ന് എന്ന് പറയുന്ന നോവൽ. പപ്പു ആയിരുന്നു അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. P. കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് പറയുന്ന ആ നോവലാണ് എന്ത് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇതേ പേരിൽ തന്നെ ഇത് മലയാള സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. ഇത് മലയാള സിനിമയായിട്ട് മാറുന്നുണ്ട്. 1965 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ഓടയിൽ നിന്ന്. കേരളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റ് P. കേശവദേവിൻ്റെ ഇതേ പേരുള്ള നോവലിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് സത്യൻ എന്ന് പറയുന്ന മലയാളത്തിലെ മഹാനായ നടനാണ് ഓടയിൽ
നിന്നിലെ പ്രധാന കഥാപാത്രമായ പപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം രസകരമായ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ഇത്തരം വീഡിയോസ് ആവശ്യമാണെങ്കിൽ മക്കളെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്തേക്ക് ജോയിൻ ചെയ്യുക. അനൗൺസ്മെൻറ്റുകൾ, അതുപോലെ നോട്ടുകൾ, PDF അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്കാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിനകത്ത് ഒരു ലിങ്ക് കാണാം. അതിൽ നിങ്ങളുടെ ക്ലാസ്സിനകത്തെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക്, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും വരാം.